നിസാം ബഷീറിൻ്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി വരുന്ന ഏറ്റവും പുതിയ ചിത്രം ഐ നോബഡി ഒരു വൺ ഡേയും വാച്ചബിളായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം തോന്നിയത്. ഒരു ഹെയ്സ്ത് സിനിമ എന്നുള്ള രീതിയിൽ തുടങ്ങി, പിന്നീട് അതൊരു ഫാമിലി റിലേറ്റഡ് സബ്ജക്റ്റ് ആവുന്നു, പിന്നീട് അതൊരു സോഷ്യൽ റിലേറ്റഡ് സബ്ജക്റ്റ് ആവുന്നു, പിന്നീട് അത് ഒരു പൊളിറ്റിക്കൽ റിലേറ്റഡ് സബ്ജക്റ്റാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു പ്ലോട്ട്. ഇതിൻ്റെ കണ്ടൻറ്റും ഈ സിനിമയ്ക്കകത്ത് ഇതിൻ്റെ കഥാകൃത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു സംഭവമെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇവരുദ്ദേശിച്ച ആ സാധനം വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് അത്രയ്ക്കും ഗംഭീര ഫസ്റ്റ് ഹാഫാണ്. ഇതിൻ്റെ ഇൻ്റർവെല്ലൊക്കെ കൊണ്ടുപോയി നിർത്തുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോട്ടാണെങ്കിലും ശരി, അതേവരെയുള്ള ആ സിനിമയുടെ ഒരു ഗ്രാഫാണെങ്കിലും ശരി, വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. തുടക്കം മുതൽ ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ട് തന്നെ ഗംഭീരമായിട്ടുണ്ട്. അത് ഹോളിവുഡ് സിനിമയിൽ നിന്ന് ചാമ്പിയതാണ്, പക്ഷേ ഈ സിനിമയുടെ ആ ഒരു കഥയുമായിട്ടത് വളരെ കണക്റ്റായി നമ്മളെ എൻഗേജ് ചെയ്തിരിക്കുന്ന രീതിയിൽ ആ ഷോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് അത്രയും നേരം നല്ല ടോപ്പ് ലെവലിൽ ഗ്രാഫ് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പെട്ടെന്നങ്ങ് താന്ന് വീക്കാവുകയാണ്. ആവശ്യമില്ലാത്ത കുറേ സീനുകൾ കയറ്റി വെച്ച് വളരെ ബോറിംഗ് ആയിട്ടുള്ള, വളരെ ലാഗി ആയിട്ടുള്ളൊരു സെക്കൻഡ് ഹാഫാണ് ഈ സിനിമയിൽ. അത് പറയാൻ കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സ്പോയിലർ ആകുമെങ്കിലും കുറച്ച് ഭാഗങ്ങൾ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കിഡ്നാപ്പിംഗ് സീനൊക്കെ ഉണ്ട്. അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അത് അവർ ആവിഷ്കരിച്ച രീതി ഒരു ലോജിക്ക് ഇല്ലാത്ത രീതിയിലായിപ്പോയി. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ആക്ഷനൊക്കെ അതിനൊന്നും ഒരു പഞ്ചും ഉണ്ടായില്ല. അവിടെ കുറേ ലോജിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതേവരെയുള്ള പടം കൊണ്ടുപോയ രീതി വെച്ച് നോക്കുമ്പോൾ പിന്നീട് കുറേ ഓട്ടമുണ്ട്, കുറേ ചേസിങ് സാധനങ്ങളൊക്കെ, അതൊക്കെ എന്തിനായിരുന്നു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇവരിതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഒരു വ്യക്തിയെ കുറ്റക്കാരനെന്ന് മീഡിയ വരുത്തി തീർക്കുമ്പോൾ സമൂഹം അയാളെ എങ്ങനെ കാണുന്നു, അയാളുടെ ഫാമിലി പിന്നീട് അതെങ്ങനെ അയാളുടെ കുടുംബത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നത്. ആ സംഭവം സെക്കൻഡ് ഹാഫിൽ ഇവരൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആണത് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമൂഹം ഈ ക്യാരക്ടറിനെ ഇട്ട് ഓടിക്കുന്ന സീനൊക്കെ. പക്ഷേ ആ സീനൊക്കെ അവരുദ്ദേശിച്ച രീതിയിൽ ഭംഗിയായിട്ടില്ല. അത് വളരെ ബോറിംഗ് ആയിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് ആ സെക്കൻഡ് ഹാഫിൽ വന്ന ഒരുപാട് ആക്ഷൻ സീനുകളൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലെ ആക്ഷൻ, മാളിക്കിടന്നുള്ള ആക്ഷൻ, പിന്നെ ഒരു സ്കൂൾ ബസ് പോലൊരു ബസ്സിൽ കയറിയുള്ളൊരു ആക്ഷൻ, ഇതൊന്നും ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. അതൊന്നും അനാവശ്യമായിട്ടുള്ള സീനുകളായി പോയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇത് മൊത്തം കൊണ്ടുവന്ന് അവസാനിപ്പിച്ച ആ ഒരു സാധനം കിടുവായിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു സംഭവമുണ്ട്. അത് കഥയിൽ ഉദ്ദേശിച്ച സംഭവം നല്ലതാണ്. നമ്മുടെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തി പൊളിറ്റിക്സിൽ നടക്കുന്ന കാര്യം എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോഴെല്ലാം ശരിയായിട്ടുണ്ട്. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ സിനിമയിൽ കൈകാര്യം ചെയ്തത് അത്ര സുഖകരമായിട്ടില്ല. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാരക്ടറുമായിട്ടുള്ള സംഭാഷണ രീതിയൊക്കെ ഒരു ക്ലീശയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് കഴിഞ്ഞ് ഈ സിനിമ അവസാനിപ്പിച്ച സാധനമുണ്ട്. അതിൻ്റെ അകത്തൊരു ഇമോഷണൽ സാധനം വരുത്തിയിട്ടുണ്ട്. ആ ഒരു പൃഥ്വിരാജിൻ്റെ ഫാമിലി ആയിട്ടുള്ളൊരിതാണേലും, അശോകൻ്റെ ക്യാരക്ടറുണ്ട്, അതാണേലും അവിടെ ഒരു ഇമോഷണൽ സാധനം വരുത്തിക്കൊണ്ടാണ് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് ഭംഗിയായിട്ടുണ്ട്. അവസാനിപ്പിച്ച ആ ഒരു സാധനം ഇതെങ്ങനെ ഈ സംഭവം അവസാനിപ്പിക്കും എന്നുള്ളത് നമുക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസിൽ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. രാജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്രയും ഡെപ്തിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതൊരു മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വരെ, എക്സ്പ്രഷൻസ് ആയാലും എല്ലാം, അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് ആയാലും എല്ലാം ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് പൃഥ്വിരാജിന് ചേരുന്നുമുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് പൃഥ്വിരാജിൻ്റെ ഇങ്ങനെ ഒരു ക്യാരക്ടർ കാണുന്നത്, കുറേ നാളുകൾക്ക് ശേഷം. അത് ലുക്ക് കൊണ്ടായാലും അതെ, പെർഫോമൻസ് കൊണ്ടായാലും അതെ, ഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും. സിനിമ സെക്കൻഡ് ഹാഫ് കുറച്ച് താഴത്തോട്ട് പോയെങ്കിലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ്റെ പെർഫോമൻസ്
തുടക്കം മുതൽ അവസാനം വരെ ഗ്രാഫ് പൊങ്ങിത്തന്നെ നിന്ന് അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട്. പാർവതിയുടെ ക്യാരക്ടർ, പാർവതിയും പൃഥ്വിരാജും തമ്മിലുള്ള കോംബോ സീൻസ് ആയാലും ആ ഒരു ക്യാരക്ടർ പാർവതിക്ക് നന്നായിട്ട് ആപ്റ്റ് ആവുന്നുണ്ട്. ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള സാധനം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ 2 കുട്ടികളായിട്ടുള്ള പെൺപിള്ളേരുടെ മൂത്ത കുട്ടിയുടെ പെർഫോമൻസാണ് എടുത്തു പറയേണ്ടത്. ഈ സിനിമയുടെ തുടക്കത്തിലൊന്നും ആ പെൺകൊച്ചിനെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുകയില്ല. അവസാനം സിനിമയുടെ തീരാറാകുമ്പോഴാണ് ആ ക്യാരക്ടറിന് കൂടുതൽ വാല്യൂ വരുന്നത്. അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അത് എന്താണോ അവിടെ നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടേണ്ടത് അത് ആ പെൺകുട്ടിയുടെ എക്സ്പ്രഷനിൽ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ഗംഭീരമായിരുന്നു. ഇളയ കുട്ടിയുടെ കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ലുക്ക് വൈസ് അല്ല ആ കുട്ടി ആ ക്യാരക്ടറിന് വളരെ ആപ്റ്റായിരുന്നു. അശോകൻ്റെ ക്യാരക്ടർ കിടിലമായിരുന്നു. പൃഥ്വിരാജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അശോകൻ്റെയാണ്. ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ സെക്കൻഡ് ഹാഫിൽ സ്ക്രിപ്റ്റിൽ വന്ന ആ ഒരു വീഴ്ചയിൽ ഈ അശോകൻ്റെ ക്യാരക്ടറിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം വന്നപ്പോഴത്തേക്കും ക്ലൈമാക്സിൽ വന്നപ്പോഴത്തേക്കും ആ ക്യാരക്ടറിന് വീണ്ടും ഒരു കുതിപ്പ് കയറ്റം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അശോകൻ ആ ക്യാരക്ടർ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹക്കീം ഷാജഹാൻ ഇതിൻ്റെ അകത്തൊരു പോലീസുകാരൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, ഒരു വിക്കുള്ളൊരു പോലീസുകാരൻ്റെ. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. ഹോളിവുഡ് സിനിമകളിൽ ഒരുപാട് ചാമ്പിയിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ കഥയുമായിട്ട് ആ ഷോട്ടുകൾ വളരെ കണക്റ്റ് ആവുന്നുണ്ട്, വളരെ എൻഗേജിങ് ആവുന്നുണ്ട്. ഒരുപാട് മികച്ചു നിൽക്കുന്ന ഷോട്ടുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓപ്പണിംഗ് ഷോട്ടും അതുപോലെ തന്നെ ലിഫ്റ്റിൽ വെച്ചൊരു ആക്ഷനുണ്ട്, ആ സംഭവം കിടുവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവൽ ബ്ലോക്കിൻ്റെ ആ ഷോട്ടാണ് ഈ സിനിമയുടെ മാസ്റ്റർ ക്ലാസ് ഐറ്റം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഹോളിവുഡ് സിനിമയിൽ നിന്ന് ചാമ്പിയതാണോ എന്നറിയത്തില്ല, എന്നാലും ആ ഷോട്ട് കിടുവായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. മ്യൂസിക്, ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കും ആവറേജ് ആയിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. സാധാരണ ജെയ്ക്സ് ബിജോയുടെ ആ ഒരു ഗംഭീര സാധനമൊന്നും എനിക്ക് ഈ സിനിമയ്ക്കകത്ത് കിട്ടിയില്ല. പിന്നെ നിസാം ബഷീറിൻ്റെ ഇതിൻ്റെ മുമ്പുള്ള സിനിമകൾ, അത് കെട്ടിയോളാണെൻ്റെ മലാഖയാണെങ്കിലും റോർഷായ്ക്കാണെങ്കിലും അതിൻ്റെ അത്രയും ആ 2 സിനിമകളുടെ അത്രയും ഈ പടം വന്നിട്ടില്ല എങ്കിലും ഈ സിനിമ തീർത്തൊരു മോശം സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫിലെ മേക്കിങ്ങും ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുപോയ രീതിയെല്ലാം നിസാം ബഷീറിൻ്റെ സിഗ്നേച്ചർ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നിസാം ബഷീറിൻ്റെ ഡയറക്ഷനും വീക്കായിപ്പോയി. പക്ഷേ ക്ലൈമാക്സിലെ ഇമോഷണൽ സാധനം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലെ കുറച്ച് പോരായ്മകൾ അവർ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിട്ടിരുന്ന് ആലോചിച്ച് നല്ല രീതിയിൽ ലോജിക്കലി എല്ലാം കറക്റ്റ് ചെയ്ത് പോകുമായിരുന്നെങ്കിൽ ഈ സിനിമ ഗംഭീരമായിട്ടുള്ളൊരു ത്രില്ലർ സിനിമയാവേണ്ടിയിരുന്ന പടമാണ്.